എത്രയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്താലും കയ്യിൽ പണം നിൽക്കുന്നില്ലേ? കടം വാങ്ങിയും ശമ്പളം തികയാതെയും നിങ്ങൾ മടുത്തുപോയോ? ഓർക്കുക കൂട്ടുകാരെ, പണക്കാരനാകുക എന്നത് കേവലം ഒരു ഭാഗ്യം മാത്രമല്ല, അത് കൃത്യമായ ഒരു ചിന്താഗതിയാണ്. സാധാരണക്കാരിൽ നിന്ന് പണക്കാരിലേക്ക് മാറാൻ സഹായിക്കുന്ന 4 രഹസ്യങ്ങൾ ഇതാ. പലരും വിചാരിക്കും പണം ബാങ്കിൽ വെറുതെ പൂഴ്ത്തിവച്ചാൽ പണക്കാരനാകാം എന്ന്. എന്നാൽ പണക്കാരൻ ഒരിക്കലും പണം വെറുതെ സൂക്ഷിക്കാറില്ല. അവർ ആ പണം ഉപയോഗിച്ച് പുതിയ ബിസിനസ്സുകളോ സ്വർണത്തിലോ ഷെയർ മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്ത് പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. പണം നിങ്ങൾക്കായി പണിയെടുക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ പണക്കാരനാകുന്നത്. നിങ്ങൾക്ക് ഒരു ജോലി മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് ഒരു ചുവട് മാത്രം അകലെയാണ്. പ്രശസ്ത നിക്ഷേപകനായ വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ട്, പണക്കാരനായ മനുഷ്യർക്ക് എപ്പോഴും ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജോലിയോടൊപ്പം ഒരു സൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തുടങ്ങിയതുപോലെ ഒരു യൂട്യൂബ് ചാനലോ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി കടം വാങ്ങി വില കൂടിയ ഫോണോ വണ്ടിയോ വാങ്ങുന്ന ശീലം നിർത്തുക. പാവപ്പെട്ടവർ പണക്കാരനാണെന്ന് കാണിക്കാൻ പണം ചിലവഴിക്കുമ്പോൾ യഥാർത്ഥ പണക്കാർ വളരെ ലളിതമായി ജീവിച്ച് ആ പണം വീണ്ടും വളർത്താൻ നോക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച നിക്ഷേപം നിങ്ങളിൽ തന്നെ നടത്തുന്നതാണ്. പുതിയ അറിവുകൾ നേടുക, പുതിയ കഴിവുകൾ പഠിക്കുക. നിങ്ങളുടെ മൂല്യം കൂടുമ്പോൾ നിങ്ങളെ തേടി വരുന്ന പണത്തിൻ്റെ അളവും കൂടും. അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യത്തെ ഓർത്ത് വിഷമിക്കരുത്. ചിന്താഗതി മാറ്റുക, അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക, പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ഇന്നു മുതൽ ആരംഭിക്കൂ. ഓൾ ദ ബെസ്റ്റ്.